بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد അക്ഷരങ്ങൾക്ക് നൽകപ്പെടുന്ന സ്വരവിശേഷണങ്ങൾ സിഫാത്തുൽ ഹുറൂഫ് ഇതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ പരസ്പര വൈരുദ്ധ്യം പുലർത്തുന്ന സിഫാത്തുകൾ പൂർണ്ണമായും നാം മനസ്സിലാക്കി കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ ഖൽഖല എന്ന സിഫത്ത് മനസ്സിലാക്കുകയുണ്ടായി. സഫീർ എന്ന സിഫത്തും അതിൻ്റെ അക്ഷരങ്ങളും നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഇനി മൂന്നാമത്തെ സിഫത്താകുന്നു ലീൻ. ലീൻ എന്ന സിഫത്ത്. ലീൻ എന്ന് പറഞ്ഞാൽ ലോലമാവുക എന്നാണ് അതിൻ്റെ അർത്ഥം. മലയാളത്തിൽ ലയ്യിൻ എന്ന് പറയും, ലോലമായത്. വഹുവ ഫിൽ ലുഗതി അസ്സുഹൂല, വളരെ എളുപ്പത്തിലുള്ളത്. സുഹൂല, എളുപ്പമാവുക. ഇതാണ് ലീന് കൊണ്ട് ഭാഷയിൽ ഉദ്ദേശിക്കുന്നത്. ഖീല ഫീ മഅനാഹു ദിദ്ദുൽ ഖുശൂന. ദിദ്ദുൽ ഖുശൂന എന്നും അതിന് അർത്ഥം പറയപ്പെടുന്നു ഭാഷയിൽ. ഖുശൂനത്ത് എന്ന് പറഞ്ഞാൽ പരുക്കൽ, പരുത്തതാവുക. അതിൻ്റെ വിപരീതമാണ് ലീന്. അപ്പോൾ ഖശിൻ, പരുപരുത്ത, ഹാർഡായിട്ടുള്ള അല്ലെങ്കിൽ റഫായിട്ടുള്ളത്. അതിൻ്റെ വിപരീതമാണ് ലയ്യിൻ, വളരെ ലോലമായത്. ഒഫിൽ ഇസ്തിലാഹ്, സാങ്കേതികമായി തജ്വീദിൽ നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഖുറൂജുൽ ഹർഫി മിൻ മഖ്റജിഹി മിൻ ഗൈരി കുൽഫത്തിൻ അലൽ ലിസാൻ. അക്ഷരം അതിൻ്റെ മഖ്റജിൽ നിന്ന് യാതൊരു കുൽഫത്തും കൂടാതെ. കുൽഫ എന്ന് പറഞ്ഞാൽ തകല്ലുഫ്, ഒരു പ്രയാസപ്പെടൽ. ഉച്ചാരണത്തിൽ അല്ലെങ്കിൽ അക്ഷരം പുറപ്പെടുവിക്കുവാൻ, അതിൻ്റെ ശബ്ദം ഉത്ഭവിക്കുവാൻ എന്തെങ്കിലും ഒരു പ്രയാസപ്പെടുക, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുക, ഇങ്ങനെ ഇല്ലാതെ വളരെ എളുപ്പത്തിൽ അതിനെ ഉച്ചരിക്കുവാൻ സാധിക്കുക എന്നതാണ് സാങ്കേതികമായി ഉദ്ദേശിക്കുന്നത്. വലഹു ഹർഫാനി, ലീൻ എന്ന ആ സിഫത്തിന്, സ്വരവിശേഷണത്തിന് 2 അക്ഷരങ്ങളാണ്. ഇതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്യണം, ഞാൻ പറയാറുള്ളതാണ് എപ്പോഴും. ലീനിൻ്റെ അക്ഷരങ്ങളായി അറിയപ്പെടുന്നത് 2 എണ്ണമാണ്. അൽ വാവു വൽ യാഉ അസ്സാകിനതാനിൽ മഫ്തൂഹു മാ ഖബ്ലഹുമാ. അൽ വാവു വൽ യാഉ അസ്സാകിനതാനി അൽ മഫ്തൂഹു മാ ഖബ്ലഹുമാ. അങ്ങനെ തന്നെ ഓർക്കണം. സാക്കിനതായ വാവും യാവും. അൽ മഫ്തൂഹു മാ ഖബ്ലഹുമാ, തൊട്ടു മുമ്പിലുള്ള അക്ഷരത്തിന് ഫത്ഹുമുണ്ടായിരിക്കണം. ഈ അവസരത്തിലാണ് ലീൻ പ്രകടമാവുകയും ഈ ഹർഫിനെ ലീനിൻ്റെ ഹർഫ് എന്ന് വിളിക്കുകയും ചെയ്യുക. നഹ്വു അൽ ഖൗഫു, സൂറത്ത് ഖുറൈശിൽ ലീനിൻ്റെ അക്ഷരം കൊണ്ട് അവസാനിക്കുന്ന ആയത്തുകളാണ് അല്ലേ? ഖൗഫ്, അൽ ഖൗഫ് എന്ന് സൂറത്തുൽ അഹ്സാബിലൊക്കെ ഉണ്ട്. അതുപോലെ മിൻ ഖൗഫ്, ഖൗ എന്ന് പറയുമ്പോൾ ആ വാവിൻ്റെ ലോലമായ ഉച്ചാരണം, അതാണ് ഇവിടെ ലീന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ വാവിന് ഹർഫുൽ ലയ്യിൻ അല്ലെങ്കിൽ ഹർഫുൽ ലീൻ എന്ന് പറയും. അതുപോലെ അൽ ബൈത്ത് അല്ലേ? അൽ ബൈത്ത്. അതുപോലെ സൂറത്ത് ഖുറൈശ് ലീലാഫി ഖുറൈശ്,
ആ യാഇൻ്റെ ഉച്ചാരണം. എന്താണ് അതിൻ്റെ അവസ്ഥ? യാ സാക്കിനത്താണ്. വമാ ഖബ്ലഹ മഫ്തൂഹ്, അതിൻ്റെ തൊട്ട് മുമ്പിലുള്ള ഹർഫ് മഫ്തൂഹാണ് താനും. റാ, ഖുറായി, ഖുറൈഷ്, അല്ലേ? ഫൽയഅ്ബുദു റബ്ബ ഹാദൽ ബൈത്ത്, അൽ ബൈത്ത് മിൻ ജൂഇൻ വആമനഹും മിൻ ഖൗഫ്. ജൂഅ് എന്ന് പറയുമ്പോൾ ജീമിൻ്റെ ദമ്മിനെ ദീർഘിപ്പിക്കുന്ന ദീർഘാക്ഷരമാണ് വാവ്. അവിടെ ഹർഫുൽ മദ്ദാണ്. എന്നാൽ ഖൗഫ് എന്ന് പറയുമ്പോഴോ അവിടെ ലീനിൻ്റെ ഹർഫാണ്, ഹർഫുൽ മദ് എന്നല്ല പിന്നെ പറയുക, ഹർഫുൽ ലീൻ. അപ്പോൾ ലീനിൻ്റെ ഹർഫിനെ ദീർഘിപ്പിക്കേണ്ട സന്ദർഭങ്ങളുണ്ട്. ഇവിടെയൊക്കെ തന്നെ ഈ സൂറത്ത് ഖുറൈശിലെ എല്ലാ ആയത്തിലും ദീർഘം നൽകണം. ഇങ്ങനെ ലീനിൻ്റെയോ മദ്ദിൻ്റെയോ ഹർഫിന് ഒരേ നിയമമനുസരിച്ച് ദീർഘം നൽകേണ്ട സന്ദർഭങ്ങളുണ്ട്. ഈ വചനങ്ങളിലേതുപോലെ, സൂറത്ത് ഖുറൈശിലേതുപോലെ. അല്ലാതെ വേറെയും ഹർഫിയായ ദീർഘം, ലാസിമായ ദീർഘത്തിലൊക്കെ ഇത് വരും, ഇല്ലേ? അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ആവശ്യമായി വരും ലീനിൻ്റെ ഹർഫുകളെ കുറിച്ച് ഓർത്ത് വെക്കൽ. ലീനിൻ്റെ ഹർഫുകൾ രണ്ടാണ്, വാവും യാവും. സാക്കിനതാനി വമഫ്തൂഹു മാ ഖബ്ലഹുമ, വമഫ്തൂഹു മാ ഖബ്ലഹുമ. സാക്കിനത്തായ വാവും യാവും തൊട്ട് മുമ്പിലുള്ള ഹർഫ് മഫ്തൂഹുമായിരിക്കുന്ന അവസ്ഥയിൽ ഇതിനാണ് ലീനിൻ്റെ ഹർഫുകൾ എന്ന് പറയുക, ഈ വാവിനും യാവിനും. ബാറക്കല്ലാഹു ഫീക്കും.